തീരാറാകുമ്പോൾ തന്നെ അലേർട്ട് വരും. അപ്പൊ തന്നെ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. ഒരു ഫേമസ് ബൂട്ടിക് അവരുടെ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 30 ഡേയ്സ് ട്രയൽ കൊടുത്തു. ഫ്രീ ആണ്. ഒരു അവാർഡ് ഉണ്ട് എനിക്ക്, വിമൻ എന്റർപ്രണർ ഇൻ ഫാഷൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട്. കസ്റ്റമായിട്ട് തന്നെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. ഒരു വിരൽ തുമ്പത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കും. ബൊട്ടീക്സിന്റെ റീറ്റെയിൽ ഷോപ്സിനും ഹോൾസെയിൽ ടീംസിനും അതോടൊപ്പം തന്നെ മാനുഫാക്ചേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് തരം കസ്റ്റമൈസേഷനും ഞങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്ത് ഒരു ബുട്ടിക്ക് കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമില്ല. അതും ഒരു ഫേമസ് ലെവലിലേക്ക് എത്താന്ന് പറയണം, അതും സക്സസ് ലെവലിൽ ഇപ്പോഴും നിലനിൽക്കുന്നു പോകുന്നത് ഒരു ഫേമസ് ബുട്ടിക്ക്. അവരുടെ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടോക്കിയാൽ എന്താണ് അവരുടെ രഹസ്യം. നമുക്ക് രഹസ്യം ചോദിച്ചറിയാം. മേഡം ഇവിടെ ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. എടാ മേഡം എവിടെയാ? തീ നിക്കുന്നു. ഹായ്, ബിസിയാണോ? ചെറിയൊരു വർക്കിലാണ്. അതെ, ഞാനേ ചെറുതായിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ? എന്തായിരുന്നു? അതൊന്നുമില്ല, നിങ്ങളുടെ ഫേമസ് ആയതിന്റെയും ഭയങ്കര രഹസ്യം ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭയങ്കര കച്ചവടം. ഇവിടെ ഇൻസ്റ്റാഗ്രാം തുറന്നാലും അങ്ങനെ നല്ല ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞല്ലോ. കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. അതിന്റെ രഹസ്യം എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അതെ, 2 മിനിറ്റിന്റെ ആളെന്ന് ഞാൻ കൊണ്ടുപോണ്ട്. മോള് പൊക്കോ. ഞങ്ങളൊരു പരിപാടി അതാ ഞാൻ പറഞ്ഞത്. എന്തായാലും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. എന്താണ് ഇവിടുത്തെ മെയിൻ രഹസ്യം? ഇത് ഇനി പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ഈ ഒരു വ്യക്തിനെ അറിയാത്തവരാരും ഇല്ല. ഒരുവിധം ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും അറിയുന്ന ഒരു വ്യക്തിയാണ് ബിന്ദു സുരേഷ്. യെസ്, മിസ്സസ് ബിന്ദു സുരേഷ്. അങ്ങനെ പറയണത് കുറച്ചുകൂടി എളുപ്പം, അല്ലെങ്കിൽ പാറ്റേൺസ് പറയണത് കുറച്ചുകൂടി എളുപ്പം. ബിന്ദു സുരേഷ് ആണ്, അതാണ് നെയിം. പക്ഷെ പാറ്റേൺസിന്റെ പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അതെ, പാറ്റേൺസ് ആണ് ശരിക്കും ഷോപ്പിന്റെ പേര്. പക്ഷെ ബിന്ദു സുരേഷ് എന്ന് പറഞ്ഞതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് അറിയുള്ളൂ. ഇനി ഈ ഒരു പാറ്റേൺസ് ഇത്രയും സക്സസ് ആയിട്ട് എറണാകുളം നമ്മുടെ ഒരു ബുട്ടിക്ക് കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ഈസി അല്ല. അതിന്റെ ഒരു സക്സസ്, അതിന്റെ ഒരു ഭയങ്കര പാടാണ് എങ്ങനെ സാധിക്കുന്നു എന്നുവെച്ചാൽ നമുക്കിപ്പോ സ്റ്റാഫുകൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും സ്റ്റാഫ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു സ്റ്റാഫ് മാറിയാലും എല്ലാം നമ്മുടെ കയ്യിലെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും സക്സസ്. ഇപ്പോൾ ഇത്രയും ആവാൻ കാരണം നല്ലൊരു സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സ്റ്റാഫുകളുടെ എല്ലാ ഡീറ്റെയിൽസ്, നമുക്ക് ഏത് മെറ്റീരിയൽ തീർന്നാലും അത് അലേർട്ട് വരും. ആ മെറ്റീരിയൽ തീർന്നു എന്നുള്ള അലേർട്ട് വരും. മെഷർമെന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് എഴുതണം എന്നില്ല. നമുക്കത് നമ്മൾ കസ്റ്റമറായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്കത് എല്ലാം റീഡ് ചെയ്ത് വരും. അങ്ങനെ ഡേറ്റ് കറക്റ്റ് അലേർട്ട് വരും. അതൊക്കെ കിട്ടുന്ന നല്ലൊരു സോഫ്റ്റ്വെയർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ നല്ലൊരു ദിവസം നിങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. അതിന്റെ ഇതിന് വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് വേണ്ടി അവരിവിടെ വന്നിട്ട് ഞാൻ അവരെ പരിചയപ്പെടുത്താം. കുറച്ചായിട്ടുള്ളൂ, അധികം ആയിട്ടില്ല. എന്നാലും നമ്മൾ ചെയ്ത എത്ര ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയേക്കുന്നത്. ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഒരു വിരൽ തുമ്പത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കും. ഇനി ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇനി എന്ത് പറയാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ഈ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഓൺലൈൻ തന്നെ വരുന്നതും അതിന്റെ ഡെലിവറി ഡേറ്റ്, അതിന്റെ കോഡ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് റീഡ് ചെയ്തിട്ടുണ്ടാവും. ആദ്യം നമ്മുടെ കൊച്ചു അതിന് ഒരു വന്നിട്ടുണ്ട്, അവരെ പരിചയപ്പെടുത്താം. അവരായിട്ട് സംസാരിക്കും. ഇവരാണ് സോഫ്റ്റ്വെയർസ് എല്ലാ ആൾക്കാർ. സോഫ്റ്റ്വെയറിന്റെ എന്തോ മെയിൻ്റെനൻസ് കാര്യങ്ങൾ എന്തോ സക്സസ് നിങ്ങൾക്ക് വലിയ പൊക്കത്തേക്ക് ആക്കി കൊടുത്തു പറയുന്നുണ്ട് നമ്മുടെ മാഡത്തിന്. അതിന്റെയൊക്കെ രഹസ്യം ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. നമസ്കാരം. ഹായ്, എന്താ പേര്? ഞാൻ ഈ മൈക്ക് കൊടുക്കട്ടെ, എന്നാലാണ് അവരെ കേൾക്കുള്ളൂ. അപ്പൊ ഇനി ഞാൻ മാഡത്തിന് വിട്ടു. എന്തായാലും സൈഡിൽ നിന്നോ. എന്താ പേര്? രാഹുൽ. ശരത്ത്. അപ്പൊ എന്താണ് എന്താ ചെയ്തോണ്ടിരിക്കണായിരുന്നു നിങ്ങൾ? ആക്ച്വലി നമ്മള് ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു AMC ഉണ്ട്. അതായത് മന്ത്ലി വന്നിട്ട് നമ്മുടെ റിവ്യൂ ഉണ്ടാവും, എങ്ങനെയുണ്ട് സോഫ്റ്റ്വെയർ റണ്ണിങ്, എത്രത്തോളം ഡൗട്ട്സ്. ഓക്കെ, ഞാനേ ഒരു കാര്യം ആദ്യം യൂസ് ചെയ്യുന്ന ആളോട് ചോദിട്ടെ. മോൾ ഇങ്ങോട്ട് വന്നേ. ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അവരെ നിർത്തിക്കൊണ്ട് ബാക്കിൽ അവർ കാണില്ല. എങ്ങനെയുണ്ട് നമുക്കിത് യൂസ് ചെയ്തിട്ട്? എങ്ങനെ സക്സസ്? അതെ, എങ്ങനെയുണ്ട് നമുക്കിത് യൂസ് ചെയ്തിട്ട്? നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ മെഷർമെന്റ്സ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. കാരണം ഇനി നമുക്ക് വീണ്ടും ഓർഡേഴ്സ് വരുമ്പോൾ അതൊക്കെ എടുക്കാൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. പിന്നെ ബാക്കിയുള്ളത് അലേർട്ട് വരാം. ഓക്കെ, നമ്മള് എന്താ ഒരു മെറ്റീരിയലിന്റെ ഷാൻഡോൺ ഇപ്പൊ എല്ലാവർക്കും ഞങ്ങളെ പോലെയുള്ള ഷോപ്പർക്ക് ഷാൻഡോൺ ജോർജറ്റ് ഒക്കെ എന്നും ബൾക്കായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തപ്പി കിടക്കല, ഉണ്ടോ ബാക്കിയുണ്ട്, ബില്ല് നോക്കുക, നമ്മൾ എത്ര എടുത്തു, ഇതൊക്കെ അല്ല. അത് തീരാറാകുമ്പോൾ തന്നെ അലേർട്ട് വരും. അപ്പൊ തന്നെ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൈ കൊടുക്കാം, ഡൈ എത്ര പോയിട്ടുണ്ട്, ഡൈ എത്ര തിരിച്ചു വന്നിട്ടുണ്ട്, ഇനി കൊടുക്കിട്ട് കിട്ടാനുണ്ടോ, എല്ലാ കാര്യങ്ങളും അല്ല അപ്പൊ എനിക്കൊരു സംശയം, ഇപ്പൊ ഈ ലാപ്ടോപ്പിലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ലാപ്ടോപ്പ് കൂടെ കൊണ്ട് നടക്കാൻ ഫോണിൽ ചെയ്യാം. ഇനി എന്താ വേണ്ട മാറുന്ന വില പിടിക്കട്ടെ. ആരാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പോണേ? ഞാൻ മൈക്കൊന്ന് വെക്കുന്നുണ്ട്. ആദ്യം തന്നെ പേരൊക്കെ ചോദിച്ചു. ഇനി എന്താണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ കാര്യങ്ങള്, അതിനെ കുറിച്ച് ഇതൊന്നും നമുക്ക് തിരിച്ചേക്കാം. നമ്മുടെ ആൾക്കാർക്കും കൂടി ആ ഒരു രഹസ്യം 1-2 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പഴത്തേക്ക് വന്നോളൂ. ഓക്കെ, നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഇപ്പഴത്തേക്ക് നിന്നോ. ഇതാണ് ഞങ്ങളുടെ ഒരു ഇന്റർഫേസ്. നമ്മളൊരു ERP പ്ലാറ്റ്ഫോമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ബൊട്ടീക്സിന്റെ റീറ്റെയിൽ ഷോപ്സിനും ഹോൾസെയിൽ ടീംസിനും അതോടൊപ്പം തന്നെ മാനുഫാക്ചേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ മെയിൻ നിങ്ങളുടെ വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ? നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ആണ്. നമ്മളതിന് അതായത് ഓൺലൈൻ സ്റ്റോർ ഉള്ള ടീംസിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് ഈ ബുട്ടിക്കാർക്കാണോ ഇത് ചെയ്യണത്? എങ്ങനെയാ മെയിനായിട്ട് ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ബൊട്ടിക്സിന് വേണ്ടിയിട്ടുള്ളത്? ഇതിന്റെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് എക്സ്പ്ലനേഷൻ ചെയ്ത് തരുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒന്ന് പറഞ്ഞു. ഇത് നമുക്കൊരു AI അസിസ്റ്റന്റ് മോഡ് ഉണ്ടാവും. നമുക്ക് ഈ സെയിൽസ് ചെയ്യുന്ന ഇപ്പം കുട്ടിക്കായാലും വളരെ എളുപ്പത്തില് ഇപ്പൊ ഇവിടുത്തെ നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് പെട്ടെന്ന് സെല് ചെയ്യാനും അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ വരുന്ന ഓർഡേഴ്സ് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും, ഓൾട്ടറേഷൻസ് എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന്റെ മെയിനായിട്ടും റിയൽ ടൈം ആയിട്ട് ഇൻവെന്ററി ആണ് ഇതിന്റെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വേറെ വലിയ വലിയ എന്താ ഭാഷകളാണ്. നമുക്ക് സിമ്പിൾ ആൻഡ് ഷോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബുട്ടിക്ക് ഉണ്ടെങ്കിൽ അതിലുള്ള എല്ലാ സൊല്യൂഷൻ നമുക്ക് ഇതിലുണ്ട്. ഇപ്പൊ ഇതെന്താ ഈ നോർമൽ കസ്റ്റമൈസ് എന്നൊക്കെ പറയണ സംഭവം എന്താ? അതൊന്ന് ഇതിപ്പോ മെയിനായിട്ട് നമ്മൾ നോർമൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പൊ നമ്മളിവിടെ ജസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഒരു സാമ്പിൾ ഇട്ടിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് കുട്ടിക്ക്. അപ്പൊ ഇതുപോലെ നമുക്ക് ഓൾറെഡി പ്രോഡക്ട്സ് ഉണ്ടാവും. അതിൽ നമുക്ക് അവർക്ക് ജസ്റ്റ് എടുക്കാം. ഇവിടെ വരുമ്പോൾ നമുക്കൊരു AI അസിസ്റ്റൻസ് സെർച്ച് ഫീച്ചേഴ്സ് ഒക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഇവിടുന്ന് തന്നെ സെയിൽസ് മോഡ് ചേഞ്ച് ചെയ്തിട്ട് ഒരു കസ്റ്റമർ വന്നിട്ട് അവർക്ക് കസ്റ്റമൈസേഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നവർ. അപ്പൊ ഈ പേപ്പറിലൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സംഭവം ഇപ്പൊ ഡിജിറ്റലൈസ് ചെയ്തു. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഇവർക്ക് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യാം. ഓരോന്നിന്റെയും ആം ഹോൾ എന്താണ്, നെക്ക് എന്താണ്, ഷോൾഡർ എന്താണ്, അതിന്റെ എല്ലാ ഒരു സംഭവങ്ങൾ ഇതിൽ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ബാക്കിലേക്ക് സ്റ്റോർ ആവും. ഇത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിൽ വേറൊരു ഓപ്ഷനൊക്കെ പിന്നെ എന്താ ഇതിലിപ്പോ ഈ പൈപ്പിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡെലിവറി ഡേറ്റ് വരുമോ? എല്ലാം വരും. നമ്മളിപ്പം വോയിസിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിപ്പോ അതിപ്പം ഡെലിവറി ഡീറ്റെയിൽസിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ മാമിനായാലും ഇവിടെ ഇന്റർനാഷണൽ സെയിൽസ് ഉള്ളതാണ്. സോ അതുകൊണ്ട് നമ്മളിവിടെ ഏത് കൺട്രിയിൽ വേണമെന്നുണ്ടെങ്കിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഓർഡർ കൊടുക്കാം. അത് ഇവിടെ നിന്ന് തന്നെ ഡെലിവറി ടൈപ്പ് ഇപ്പം ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റോക്ക് കളക്ട് ചെയ്യേണ്ടത്, അവരൊരു എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്. അപ്പൊ ഈ സെയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിപ്പോ ഒരു കസ്റ്റമൈസേഷൻ വരികയാണെങ്കിൽ ആ ഫാബ്രിക്സിന്റെ അവൈലബിലിറ്റി ഉടനെ സിസ്റ്റം കാണിക്കും. അതാണ് നേരത്തെ അലേർട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ? ഫാബ്രിക് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അലേർട്ട് അറിയാം. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഒരു ഡെലിവറി ഡേറ്റ് എപ്പോ തന്നെ കസ്റ്റമറിനോട് പറയാൻ പറ്റും. അല്ല അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെയിൽസും പർച്ചേസിന്റെ ഒരു ഭാഗമാണ്, നമുക്ക് ഓർഡറിനും ഇതിന്റെ ഒക്കെ ഭാഗമാണ്. ഇതല്ലാണ്ട് ഈ ഒരു ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ സംഭവം പുറം ലോകം കാണുന്നവരെന്ന് പറയുമ്പോൾ അടിപൊളിയാണ്, കാണാൻ ഒരു അടിപൊളി ലുക്കാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങള് നിങ്ങള് ഫേസ് ചെയ്യുന്നില്ലേ? ആ ഫേസ് ചെയ്യണ ഞാൻ പിടിച്ചോളാം. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ ഫേസ് ചെയ്യുന്നത്? ബുട്ടിക്കിന് ഏറ്റവും എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നല്ല പർച്ചേസാണ്. പർച്ചേസാണ് നമുക്ക് പർച്ചേസിലാണല്ലോ നമ്മൾ കൊണ്ടുവന്ന പ്രോഡക്ട്സിലാണ് കാര്യം. നമ്മുടെ എല്ലാ ഹാൻഡ് പിക്ഡ് ഐറ്റംസ് ആണ്. പർച്ചേസാണ്. പർച്ചേസ് എവിടെ നിന്ന് ചെയ്തു ഒക്കെ നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഒരുപാട് അറിയാമല്ലോ, സൂറത്തിലൊക്കെ നമ്മൾ ഓരോ കടകളിൽ കയറിയാൽ നമ്മൾ വിട്ടു. പക്ഷെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിന് ഏത് ഷോപ്പിൽ നിന്ന് ഏത് പ്രോഡക്റ്റ് ബാർകോഡ് ചെയ്യുന്നുണ്ടല്ലോ, ഏത് പ്രോഡക്റ്റ് എവിടെ നിന്ന് വാങ്ങിക്കുന്നു. പിന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും ആ സെയിം സ്ഥലത്ത് തന്നെ. പിന്നെ പർച്ചേസിലാണ് നമ്മൾ ഏറ്റവും കല്യാണം. പിന്നെ അത് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അറിയാലോ. പിന്നെ അതിന്റെ എടുക്കുക, അല്ല ലൈനിങ് സെറ്റ് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഇതില് പ്രൊഡക്ഷൻ ഇപ്പൊ എത്ര പ്രൊഡക്ഷൻ പോയിട്ടുണ്ട്, എത്ര തിരിച്ചു വന്നു, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ ഒരു പ്ലാനിങ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏതൊക്കെ വർക്ക് സെന്റേഴ്സിലാണ്, ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ഇപ്പൊ ഈ സാധനം എവിടെയുണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഏത് പ്രൊഡക്റ്റ് ഹാൻഡ് വർക്കിൽ പോയിട്ടുണ്ടോ, കട്ടിങ്ങിന് പോയിട്ടുണ്ടോ, അത് നമുക്ക് അറിയാൻ പറ്റും.
അതാണ്. പക്ഷെ നമുക്കിപ്പോ ഇൻഹൗസ് പ്രൊഡക്ഷൻസ് ഞങ്ങളുടെ കൂടുതൽ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. അപ്പൊ നമുക്ക് ഒരു ഷോപ്പിൽ കിട്ടുന്ന ഒരു ഷോപ്പിൽ കിട്ടില്ലല്ലോ. ഈ പുറത്ത് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എന്റെ ഇൻഹൗസ് പ്രൊഡക്ഷൻ എനിക്ക് ഇഷ്ടം. അതാ. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ. പിന്നെ ഈ ഇത് കൂടാണ്ട് ഞാൻ ചോദിച്ച ഉള്ളിലത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലേ ഇപ്പൊ ഈ ഇലക്ട്രിസിറ്റി ഇപ്പൊ ഹ്യൂജ് ബില്ലായിരിക്കില്ലേ നമുക്ക് വരണത്. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഡേറ്റ്, നെറ്റ് ഫൈബറിന്റെ ഡേറ്റ്, പിന്നെ നമുക്കിപ്പോ എല്ലാം നമുക്ക് നൈലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രെഡിറ്റിലല്ലേ വരും. അപ്പൊ അതിന്റെ ഡേറ്റിന് നമ്മള് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരാഴ്ചയിൽ ഇത്ര ദിവസം എത്ര എമൗണ്ട് അയക്കാം, അതൊക്കെ നമുക്ക് അലേർട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളിപ്പോ എവിടെ ഇരുന്നാലും നമുക്ക് അടയ്ക്കാൻ അറിയാൻ പറ്റും. ഞാൻ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പൈസ ഓർഡർ മതി. അതിന്റേതായ കുറെ തോട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓരോ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റുന്നാണോ പറയണത്? നമ്മുടെ ഒരു കോർ സാധനം ഉണ്ട്. അതിലുപരി ഇപ്പൊ വേറെ ഒരു ബൊട്ടിക്സിനായാലും അവരുടെ ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു, അപ്പൊ അത് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ കോമൺ ആയിട്ടുള്ളതല്ല, നമ്മൾക്ക് നമ്മുടേതായ കുറച്ച് ഓരോ എനിക്ക് കുറച്ച് ഇൻഡിവിജ്വാലിറ്റി ഇഷ്ടമുള്ള ഒരാൾ എന്റേതായ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വേണമെന്ന് അത് അങ്ങനെ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ നമ്മൾ അടിച്ചേൽപ്പിക്കല്ല, അവർക്ക് വേണ്ട കസ്റ്റമറിന്റെ നീഡിനനുസരിച്ച് നമ്മൾ മോഡിഫൈ. അല്ല അപ്പൊ ഇത് ബുട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കൂടുതൽ ഇങ്ങനെ B2B ആണ് ചെയ്യണത്. അപ്പൊ എന്ന് പറയുമ്പോ ഹോൾസെയിൽ ടീംസിലുണ്ട് നമ്മള്. അതേതാ? ഹോൾസെയിൽക്കാർക്കും ഉള്ളതുണ്ട് സോഫ്റ്റ്വെയർ. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല. എല്ലാം ഉണ്ട്. അപ്പൊ ഇതില് നോക്കി കഴിഞ്ഞാൽ മാമിന് മനസ്സിലാവും. ഇതിൽ നമുക്ക് ഹോൾസെയിലിന്റെ മൊഡ്യൂളുണ്ട്. ഓക്കെ. ഇതില് ഫ്രാഞ്ചൈസി പോകുന്നവർക്ക് ഇതാണ് ഹോൾസെയിലിന്റെ ഫ്രാഞ്ചൈസി മാനേജ് ചെയ്യാം. അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് അതിന്റെ സ്റ്റോക്ക് അലോക്കേഷനും അതുപോലെ തന്നെ ഹോൾസെയിൽ ഓർഡേഴ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എൻറ്റയർ ഒരു ERP പോലെ ഇതിന് ലോജിസ്റ്റിക് ഉണ്ട്. പിന്നെ എന്തൊക്കെയാ? ഹോൾസെയിൽ ഉണ്ട്, പർച്ചേസ് മാനേജ് ചെയ്യാം, ഇൻവെന്ററി ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ കംപ്ലീറ്റ് അക്കൗണ്ട്സ്. പിന്നെ മാമിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു HR സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മാമിന്റെ ലീഡ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു CRM. അപ്പൊ ഇപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ സ്റ്റാഫ് അധികം സ്റ്റാഫ് അധികം വേണമെന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. എനിക്ക് സാധാരണ ഞാൻ ഒന്നും ശ്രദ്ധിക്കാം, എനിക്കറിയാറില്ല ശ്രദ്ധിക്കാതെ. ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതാണ്, എന്തൊക്കെ പർച്ചേസ് ഉണ്ട്, എന്തൊക്കെ പർച്ചേസ്. ഇപ്പൊ ഞാനാണെങ്കിലും എത്ര കഴിഞ്ഞു, എത്രയുണ്ട്, പിന്നെ സാലറി കാര്യങ്ങൾ, അവർ അഡ്വാൻസ് എപ്പോഴും നമ്മൾ മറന്നു പോകും. അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹിന്ദിക്കാരുണ്ടല്ലോ, അവർ അഡ്വാൻസ് നമ്മൾ മറന്നു പോകും. സാലറി കിട്ടിയാൽ അവർ പറയില്ല. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് വരും. നമുക്ക് ആ സാലറി ഡേറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷനിൽ പോകുമ്പോ ഇതൊക്കെ ഈ സോഫ്റ്റ്വെയർ അവര് കാണും, അല്ലെങ്കിൽ ഇത് നമുക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്? ഞാനിപ്പോ അവരെ കാണിക്കാറില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇതില് സിസ്റ്റത്തില് ലോഗിൻ കൊടുക്കാതെ നമുക്ക് ഒരു റിപ്പോർട്ടായിട്ട് തന്നെ പ്രിന്റ് എടുത്ത് കൊടുക്കാൻ പറ്റും. മെഷർമെന്റ് അപ്പൊ അവർക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും, കസ്റ്റമറുടെ എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഹോൾസെയിൽ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ ഹെൽത്ത് കെയറിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ക്ലിനിക് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പൾസ് പ്രോ എന്നാണ്. അത് പിന്നെ നമുക്ക് കാര്യമില്ല, പക്ഷെ അങ്ങനത്തെ ഉള്ളത് ഉണ്ട് സോഫ്റ്റ്വെയർ. പിന്നെ ഉള്ളത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ലോണ്ടറി ഉണ്ട്. മൊത്തത്തിലൊരു കസ്റ്റമായിട്ട് തന്നെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓഫീസ് കാര്യങ്ങളൊക്കെ എവിടെയാ വരുന്നത്? ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ എവിടേക്ക്? ഇവിടെ പലരോട്ടത്താണ്. ഓക്കെ. പിന്നെ UK-ലുണ്ട്. പിന്നെ അല്ല പിന്നെ UK-ലും ഉണ്ട്. സിമ്പിൾ ആയിട്ടാണ് പറയണത്. അപ്പൊ ഇവിടെ എറണാകുളത്ത് ഒരുവിധം കൊടുത്തിട്ടൊന്നും തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് മാഡത്തിനെയാണ് അറിയണത്. മാഡത്തിന്റെ സക്സസിന്റെ രഹസ്യം അറിയാനായിട്ട് ഞാൻ പതുക്കനെ ഇങ്ങനെ കണ്ടുപിടിച്ച് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവരെ കിട്ടിയത് ഭാഗ്യം. ഇനി കൂടുതൽ നമുക്ക് എന്തെങ്കിലും വിവരങ്ങള്, നിങ്ങളുടെ കമ്പനിയുടെ പേരൊന്നും പറഞ്ഞില്ല. എന്റെ കമ്പനിയുടെ പേര് ദേവ് ഇന്നോവേഷൻസ്. ദേവ് ഇന്നോവേഷൻസ്. ഇത് നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി, devinnovation.in. ഓക്കെ. കയറി കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ. അല്ലാണ്ട് ഫോൺ നമ്പർ ഡീറ്റെയിൽസ്? എന്റെ ഫോൺ നമ്പർ ഇപ്പൊ പറഞ്ഞാൽ മതിയോ? പറഞ്ഞാൽ മതി. 9645409442. വാട്സാപ്പ് ആണ്, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതല്ലാണ്ട് ഞാൻ വേണമെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണോണ്ട് വരെയില്ലോ. അപ്പൊ എന്തായാലും ബിസിനസ് ഹെഡിന്റെ നമ്പർ ഉണ്ട്, അപ്പൊ അതൊക്കെ തരാം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ദേവ് ഇന്നോവേഷൻ ഈ ദേവ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബുട്ടിക്കിന് സെയിൽസും പർച്ചേസ് അല്ലാണ്ട് ഇവരുടെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ബില്ലായാലും സാലറി ആയാലും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി മെഷർ ചെയ്യുമ്പോൾ ഈ എഴുതണ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നമുക്ക് AI ത്രൂ
ഡിജിറ്റൽ നമുക്ക് വോയിസ് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ ജസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു മെഷർമെന്റ് കൊടുക്കുമ്പോൾ ആ ചെസ്റ്റ് ഇത്ര, ലെങ്ത് ഇത്ര എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞാൽ മതി. വോയിസ് ടു ടെക്സ്റ്റ് കമാൻഡ്സ് ആണ്. വോയിസ് കമാൻഡ് പേപ്പർലെസ് ആയിട്ടാണ് നമ്മളിത് മൊത്തത്തിൽ ചെയ്യുന്നത്. അപ്പൊ പേപ്പറിന്റെ കാലം ഇനി മറക്കാം, എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാം. അതെ. അപ്പൊ ഇനി ഇതിന്റെ എത്ര ചെലവുണ്ട് കാര്യങ്ങളായിട്ട് അതൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം അത് എന്റെ ഭാഗമല്ല, അത് ഇവര് തമ്മിലുള്ള പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ പരിചയപ്പെടുത്തത്. അപ്പൊ നിങ്ങൾ എത്ര കൊടുത്ത് എത്ര ആക്കാൻ കസ്റ്റമൈസ് ആണ്, അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മതി. അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കപ്പോ റേറ്റിങ്ങിന് സ്പെസിഫിക് ആയിട്ട് ഇത്ര എമൗണ്ട് ഒന്നും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഓരോരുത്തർ അല്ലെ, നമ്മളിപ്പോ എല്ലാവർക്കും ആദ്യം ഒരു 1 month ഫ്രീ ട്രയല് റിക്വയർമെന്റ് വ്യത്യാസമായതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. നമ്മൾ അതിനുള്ള ഒരു ചാർജാണ് നമ്മൾ ഈടാക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരാണ് അതിനെ കുറിച്ച് നമ്മളത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന്റെ പോലെ വ്യത്യാസങ്ങൾ പറഞ്ഞു തരും, അതിനുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ സോഫ്റ്റ്വെയർ എടുക്കുന്നത്. അതെ, നമ്മൾ അപ്ഫ്രണ്ട് പേയ്മെന്റ് ഒന്നും വാങ്ങിയില്ല. 30 days ട്രയൽ കൊടുത്തു. ഫ്രീ ആണ് ശരിക്കും. ട്രയൽ എന്ന് പറയാൻ പറ്റില്ല, 30 ദിവസം ഫ്രീ എന്ന് വെച്ചാൽ 1 മാസം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു സോഫ്റ്റ് ലോഞ്ച് ഫ്രീ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. ആദ്യം ഫ്രീ അല്ലാതെ ഏതൊരു സംഭവം അങ്ങനെയാണല്ലോ, 1 മാസം അപ്പൊ നമുക്ക് ഫ്രീ ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് അങ്ങനെ പോവാന്നല്ലേ. അതിനെ കുറിച്ചൊന്നും കൂടുതൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത് UAE മാർക്കറ്റിലാണ് കൂടുതലും ക്ലയൻസ് ഉള്ളത്. ഇവിടത്തേക്ക് നമ്മൾ മാക്സിമം ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് നമ്മൾ സ്ട്രോങ് ആക്കി. വേറെ എന്തൊക്കെയോ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ആഡ് ഷൂട്ട്സ് ഉണ്ട്. ആഡ് ഷൂട്ട് ഒക്കെ ഉണ്ടോ? മോഡലിംഗ് ആയിട്ട് വിളിക്കാണ്ടിരുന്നേ അല്ലേ? നിങ്ങളൊക്കെ മറന്നാ കണ്ടിട്ടില്ലേ ഇതുവരെ? എങ്ങനെ ഇപ്പോഴല്ല കാണണ ഇവരൊക്കെ തന്നെ. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇതില്? ഇത്രയൊക്കെ തന്നെയല്ലേ? അത് ഡീറ്റെയിൽ അതിന്റെ ഉള്ളിലത്തെ രഹസ്യം നമ്മൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കില്ല അല്ലേ? അതല്ലേ, അതാണ് രഹസ്യം. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഞങ്ങള് നല്ല രീതിക്ക് ഒരു ഡെമോ ആദ്യം തന്നെ തരും. അപ്പൊ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നമ്മൾ ചെല്ലും. എവിടെയല്ലോ, അതായത് കേരളത്തിൽ മാത്രമാണോ? പുറത്താണെങ്കിൽ നമ്മൾ ചെയ്യും. UK-ലാന്ന് പറയുമ്പോ പിന്നെ ഇനി കേരളത്തിൽ നമുക്ക് ഓഫീസുണ്ട്, സ്റ്റാഫ് ഉണ്ട്. നമ്മുടെ സെർവർ മാനേജ്മെന്റ് സൈഡ് മുഴുവൻ UK-ലാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളൊക്കെ UK-ലായിരുന്നു, ഞങ്ങൾ പുറത്തായിരുന്നു പഠിച്ചതൊക്കെ എവിടെയാണ്. ഒരു വിസ സംഘടിപ്പിച്ചത്. അപ്പം സോ അതുകൊണ്ട് എനിവേ ഞങ്ങൾ അവൈലബിൾ ആണ് എനി ടൈം. എന്തായാലും സർവീസ് വേണമല്ലോ നമുക്ക് എപ്പോഴും. ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സർവീസ് ഇല്ലെങ്കിൽ എല്ലാം പോയില്ലേ? എല്ലാം പോയി. അതെ, കറക്റ്റ്. അപ്പൊ എന്താ പറഞ്ഞ, നമ്മൾ ആദ്യം വന്ന ഷോപ്പല്ല, ഇപ്പൊ വന്നപ്പോ കുറച്ചുകൂടി മോഡി പിടിപ്പിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ സക്സസ് ഇതിന്റെ ഒക്കെ ഒരു ഭാഗമാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പൊ പാറ്റേൺസ് ഇപ്പൊ പഴയ പാറ്റേൺസ് അല്ല, പുതിയ പാറ്റേൺസ് ഡിസൈൻ സ്റ്റുഡിയോ. ഇത് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കൂടി പറഞ്ഞു കൊടുത്തപ്പോ കല്ലൂർ മാതൃഭൂമി ജംഗ്ഷനിലെ പില്ലർ നമ്പർ 576. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. അത് ഏത് ഭാഗത്തുനിന്ന് വരുമ്പോ? പാലാരിവട്ടം വരുന്ന കല്ലൂർപ്പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ പില്ലർ നമ്പർ 576, അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന സൈഡിൽ തന്നെ. സൈഡ്. അപ്പൊ ഡയറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് നേരിട്ട് സംസാരിക്കാം. പിന്നെ കൂടുതൽ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ആണ്. ഇനി പാറ്റേൺസ് എന്താണെന്ന് കൂടി ചെറുതായിട്ട് ഒരു ഹിന്റ് തരാം. പാറ്റേൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവർ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ തന്നെ, സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഏത് സൈസിലും ഏത് കളറിലും ഏത് ഡിസൈനിലും നമ്മൾ ചെയ്തു തരും. അത് മെയിൻ ആയിട്ട് പെട്ടെന്ന് കൊടുക്കണേ. 1 hour സ്റ്റിച്ചിങ് ഉണ്ട്. ബ്ലൗസ് എല്ലാം 1 hour പറ്റില്ല കേട്ടോ. എന്നാലും 1 hour സ്റ്റിച്ചിങ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബുട്ടീക്ക് അല്ല, ഈ ബ്രൈഡലിന്റെ ബ്ലൗസിന് ഹാൻഡ് വർക്ക്സ് ഒക്കെ ഭയങ്കര നല്ല ഡിമാൻഡാ. ഒത്തിരി വർഷമായിട്ട് സെയിം ബ്രൈഡൽ ഡ്രസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ, എറണാകുളം കല്ലൂര് ഭാഗത്ത് ഇങ്ങനെ ഒരു ബുട്ടീക്ക് കൊണ്ട് നടക്കാന്ന് പറഞ്ഞ ഒരു വുമൺ എന്റർപ്രനർ എന്നുള്ളത്. പിന്നെ വേറൊരു സംഭവം കൂടി കേട്ടു ഞാൻ. കോൺഗ്രാറ്റുലേഷൻ. അത് നമ്മൾ തന്നെ പറഞ്ഞു. എന്താണ്? ഒരു അവാർഡുണ്ട് എനിക്ക്, വിമൻ എന്റർപ്രനർ ഇൻ ഫാഷൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് ഈ November 12 ഇതറിഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ വന്നത്. അപ്പോഴാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുണ്ട്? ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ മെയിനായിട്ട്? എനിക്ക് സോഫ്റ്റ്വെയറിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാനാണ് മതി. ഞാൻ അതിനെ കുറിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. എന്ത് തരം കസ്റ്റമൈസേഷൻ ഞങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും എല്ലാം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എവിടെയാണോ വർക്ക് വേണ്ടത് അവിടെ വന്ന് നമ്മളൊരു ഡെമോ സെറ്റ് ചെയ്ത് തരും. അത് ഓൺ സൈറ്റോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ നമ്മൾ ഡെമോ ചെയ്ത് തരാം.
വെദർ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം. അപ്പൊ അത് 30 ഡേയ്സിൽ ഫ്രീ ട്രയലുണ്ട്. നമ്മളത് യൂസ് ചെയ്ത് ഇവർ യൂസർ ഫ്രണ്ട്ലി ആണോ എന്നുള്ള മനസ്സിലാക്കി ഇവരുടെ റിക്വയർമെൻറ്റുമായിട്ട് അത് മാച്ച് ചെയ്തെങ്കിൽ മാത്രം എത്തുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത്. എന്തായാലും നമ്മുടെ ബിന്ദു മാഡം ഇവിടെ സാറ്റിസ്ഫൈ ആണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇവരുടെ സക്സസ് കണ്ടുപിടിക്കുക. എന്തായാലും നിങ്ങൾ ആ ടൈമിൽ ഇവിടെ ഉണ്ടായത് എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളെല്ലാം ചെയ്യും. വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, വെബ്സൈറ്റ് ഡിസൈനിങ് ഉണ്ട്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇതിനൊക്കെ കുറെ കാശ് പണ്ട് കൊണ്ടേ കളഞ്ഞല്ലേ, ഇപ്പൊ സാറ്റിസ്ഫൈ ആയില്ലേ? ഒരു അണ്ടർ വൺ ആംബർല ആ ഒരു ഇതിൽ തന്നെ എല്ലാതും ഒരുമിച്ച് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എല്ലാം ഇതില്. ഇനി കൂടുതൽ ഞാൻ പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാം ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പൊ ദേവ് ഇന്നോവേഷൻസ്, ഇത് പാറ്റേൺ ഡിസൈൻ സ്റ്റുഡിയോ. പിന്നെ ഞാൻ ലൈഫ് വിത്ത് ഷെൽമി. അപ്പൊ ടാറ്റ. എന്തായാലും എല്ലാരെയും കണ്ടുമുട്ടിയതിന് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.